രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങി SIT. ചോദ്യാവലി SIT തയ്യാറാക്കി. അതിജീവിതയുടെ പരാതിയുടെയും മൊഴിയുടെയും വിവരങ്ങൾ പ്രകാരമാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇന്ന് തിരുവല്ല കോടതിയിൽ നടന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഒരുപക്ഷേ 7 ദിവസമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. നിലവിൽ തിരുവല്ല കോടതി 3 ദിവസത്തെ കസ്റ്റഡി നൽകിയിരിക്കുകയും ചെയ്യുന്നു. വലിയ തരത്തിലുള്ള തെളിവെടുപ്പുകൾ ആവശ്യമായൊരു കേസാണിത്. വിദേശത്ത് നിന്ന് അതിജീവിത നാട്ടിലെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തിരുവല്ലയിലെ ഒരു ഹോട്ടലിലടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുമുണ്ട്. നിലവിൽ വലിയ തരത്തിലുള്ള വലിയ ക്രൂരതയാർന്ന പ്രവൃത്തികളാണ് ഈ അതിജീവിതയോട് മറ്റ് 2 അതിജീവിതകളോടും പെരുമാറിയത് പോലെ തന്നെയാണ് അതിക്രൂരമായ പെരുമാറ്റമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷൻ. എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും സിജു, ഇന്ന് പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. കാര്യം അതുകൊണ്ട് തന്നെയാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ച ഓരോ വാദങ്ങളും തടഞ്ഞുകൊണ്ട് തിരുവല്ല കോടതി ഈ കേസിൽ പൂർണ്ണമായിട്ടും പ്രോസിക്യൂഷന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത്. അറസ്റ്റ് നിയമവിരുദ്ധമാണ്, എന്തുകൊണ്ടാണ് എന്ന് കോടതി ചോദിച്ചു. അറസ്റ്റ് നിയമവിരുദ്ധം എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് നിയമവിരുദ്ധമാണ്, അറസ്റ്റ് നിയമവിരുദ്ധമാണ്, ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചില്ല, അറസ്റ്റിന്റെ കാരണങ്ങൾ പ്രതിയെ പാലിച്ചില്ല, സാക്ഷികൾ വേണമെന്ന മിനിമം കാര്യങ്ങൾ പോലും പാലിച്ചില്ല. ഇത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇതിൽ ഒപ്പിടിയിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ഒപ്പിടിയിച്ചില്ല, ഒപ്പിടാത്ത എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ, ഇത്ര പല കാര്യങ്ങളുമാണ് പ്രതിഭാഗം കോടതിയോട് ചോദിച്ചത്, കോടതിക്ക് മുന്നിൽ വെച്ചത്. പക്ഷേ അതെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ടും മറു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും കോടതി അതിനെയൊക്കെ അവഗണിക്കുകയായിരുന്നു. കാര്യം കോടതിക്ക് പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതിലൂടെ വ്യക്തമാണ്. അതിനുശേഷമാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ ഒട്ടനവധി തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഭാഗം മുന്നോട്ട് വെച്ചത് ഈ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം, ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഒട്ടനവധി സമയമുണ്ടായിരുന്നു. ഈ സമയങ്ങൾ മൊബൈൽ ഫോൺ അടക്കം കൈവശമുണ്ട്. അപ്പോൾ തെളിവുകൾ ശേഖരിക്കാൻ സമയം കിട്ടിയല്ലോ എന്നുള്ളൊരു ചോദ്യം വെച്ചു. പക്ഷെ അപ്പോൾ ചില ഇലക്ട്രോണിക് തെളിവുകൾ സഹിതം കോടതിക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കുറഞ്ഞത് 3 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയായിരുന്നു. കാര്യം പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ പോയതിനു ശേഷമായിരിക്കും ഇത്തരം തെളിവുകൾ ശേഖരിക്കേണ്ടതെന്നും കോടതിയെ ബോധ്യപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ കോടതി 3 ദിവസത്തെ കസ്റ്റഡിക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. അതിനുശേഷം 15-ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ തിരിച്ച് ഹാജരാക്കുക. 16-നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. എന്തായാലും ഈ കേസിൽ പൂർണ്ണമായിട്ടും രാഹുൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഷാജഹാൻ, ഈ കോടതി ഇന്ന് 11 മണിക്ക് ചേർന്നതിന് പിന്നാലെ പ്രതിഭാഗം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മറ്റെന്തോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് മാറ്റിവെക്കണമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണല്ലോ കുറച്ചു നേരത്തിന് ശേഷം കേസ് പരിഗണിക്കുകയും ചെയ്തത്. എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ ഒരു വാദമുഖങ്ങൾ ഇന്ന് കോടതിയിൽ? തീർച്ചയായും ഏതാണ്ട് 11 മണിക്ക് തുടങ്ങി. ആദ്യമുള്ള കുറച്ച് കേസുകൾ വിളിച്ച് തീർത്തു. ഏതാണ്ട് 11:40 രാഹുലിന്റെ കേസ് പരിഗണിച്ചത്. അപ്പോൾ തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിന് കുറച്ച് സമയം ആവശ്യപ്പെട്ടു. അപ്പോൾ കോടതി തൽക്കാലത്തേക്ക് പിരിയുകയും പിന്നീട് ഏതാണ്ട് 15 മിനിറ്റിന് ശേഷം വീണ്ടും കോടതി കൂടി. അതിനുശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോടതിക്ക് മുന്നിൽ പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാങ്കേതിക തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് മൊബൈലിലൂടെ വന്ന ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ, വാട്സപ്പിലൂടെ വന്ന ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്റെ കക്ഷിയെ പ്രതിയാക്കാൻ കഴിയില്ല. അത് മറ്റു ചില കേസുകൾ ചൂണ്ടിക്കാട്ടി, മറ്റു ചില സംസ്ഥാനങ്ങളിൽ നടന്ന കേസുകൾ ചൂണ്ടിക്കാട്ടി അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഇതിനെ കൊണ്ടുവരാൻ ശ്രമം നടത്തിയെങ്കിലും കോടതി പൂർണ്ണമായിട്ടും അത് അംഗീകരിച്ചില്ല. മറ്റു ചില കാര്യങ്ങൾ കൂടി കോടതിക്ക് മുന്നിൽ പ്രതിഭാഗം മുന്നോട്ട് വെച്ചു. കാര്യം ഈ കേസിന് അടിസ്ഥാനമില്ല, പ്രതി നാട്ടിലില്ല, ഫോണിലൂടെയാണ് പരാതി നൽകിയിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചു. പക്ഷെ എന്നാൽ കഴിഞ്ഞ ദിവസം പരാതിക്കാരി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിട്ടുണ്ട്. അവർ മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനെ സാധൂകരിക്കുന്ന ഒട്ടനവധി തെളിവുകൾ നിലവിൽ കയ്യിലുണ്ട്. ഇനി അതിന് അനുബന്ധമായിട്ട് കുറച്ച് തെളിവുകൾ കൂടി ശേഖരിക്കാനുണ്ട്. അത്തരം തെളിവുകൾ കൂടി ശേഖരിച്ചാലേ ഈ കേസ് പൂർണ്ണമായിട്ടും ഇയാളുടെ പങ്ക് വ്യക്തമാകുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്.